പലരും പ്രൊമോട്ട് ചെയ്ത് കണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റാണ് കോയിൽ ബഫർ. ഈ ഒരു കോയിൽ ബഫർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറയും, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി കൂടും, കോർണറിങ് സ്റ്റെബിലിറ്റി കൂടും, അതുപോലെ തന്നെ നോയ്സ് കുറയും, വൈബ്രേഷൻസ് കുറയും, അതുപോലെ സസ്പെൻഷൻ്റെ ലൈഫ് കൂടും. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാറുണ്ട്. സോ ഇതിനകത്ത് സത്യാവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യുന്നത് നമ്മുടെ കാറിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്താണ് ഈ ഒരു കോയിൽ ബഫർ ഫിറ്റ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് ആദ്യം തന്നെ ഒരു സസ്പെൻഷൻ ഇല്ലാത്തൊരു കാറിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് കാണിക്കാം. അപ്പോൾ സസ്പെൻഷൻ ഇല്ലാണ്ട് ഒരു കാറ് പോയി കഴിയുമ്പോൾ അതിൽ സംഭവിക്കുന്നത് ഡയറക്റ്റ്, അതായത് ചെറിയൊരു ഇമ്പാക്റ്റ് പോലും കറക്റ്റായിട്ട് ക്യാബിനിലേക്ക് വരുന്നതാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സസ്പെൻഷൻസ് കൊടുത്തിരിക്കുന്നത്. ഈ സസ്പെൻഷനിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ കോയിൽ സ്പ്രിങ് വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് വേറൊരു ട്യൂബ് പോലൊരു സംഭവം വരുന്നുണ്ട്, അതിനെ പറയുന്നത് ഡാമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രിങ്, ഈ ഒരു ഡാമ്പറും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സസ്പെൻഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സസ്പെൻഷൻ ഉള്ളൊരു വാഹനം സ്പീഡിൽ പോകുമ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കോയിൽ സ്പ്രിങ് കംപ്രസ് ആകുമ്പോൾ കംപ്രഷൻ പറയും, അതുപോലെ തന്നെ ഇത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിനെ റീബൗണ്ട് എന്നാണ് പറയുന്നത്. സോ ഇതിങ്ങനെ കംപ്രസും റീബൗണ്ടും ആവുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വൈബ്രേഷൻസ് കുറയുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു കോയിൽ സ്പ്രിങ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ നല്ല ഓസിലേഷൻ ഉണ്ട്. സോ അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തൊരു ഡാമ്പർ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഡാമ്പറിൻ്റെ അകത്ത് നമുക്ക് ഒരു സിലിണ്ടർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓയിൽ വരുന്നുണ്ട്. ഓയിൽ കംപ്രസ് ചെയ്യാനായിട്ട് ഒരു പിസ്റ്റൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓയിൽ മൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഇതിൻ്റെ അകത്ത്, ഈ ഒരു ഡാമ്പറിൻ്റെ അകത്ത് നമുക്ക് ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുറത്തുനിന്ന് നമ്മളൊരു കോയിൽ ബഫർ ഫിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോയിൽ സ്പ്രിങ്ങിൻ്റെ ഭാഗത്താണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഈ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കോയിൽ സ്പ്രിങ് ശരിക്കും വർക്ക് ചെയ്യില്ല, അതിൻ്റെ പ്രവർത്തനത്തിനെ തടസ്സപ്പെടുത്തും. ആ ഒരു റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഈ പറയുന്ന കോയിൽ ബഫർ ഫിറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കോയിൽ സ്പ്രിങ്ങും ശരിക്കും വർക്ക് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു ഡാമ്പറും വർക്ക് ചെയ്യില്ല. ഇത് രണ്ടും ശരിക്കും വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു സസ്പെൻഷൻ തന്നെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു രീതി. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു സാധനം ടെമ്പററി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇച്ചിരി കൺട്രോളിങ് ഉള്ള അല്ലെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അത് അങ്ങനെയല്ല അതിൻ്റെ വർക്കിങ്. നമ്മളൊരു വാഹനത്തിൽ ആ ഒരു രീതിയിൽ സ്റ്റോക്ക് വരുന്നതല്ലെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റോക്ക് വരുന്നത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് സസ്പെൻഷൻ റീപ്ലേസ് ചെയ്ത് സ്റ്റഫർ ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് നിങ്ങളൊരു കോയിൽ ബഫർ യൂസ് ചെയ്തിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ കൺട്രോൾ ആകുമ്പോൾ, അതുപോലെ തന്നെ റെസ്റ്റ് ആകുമ്പോൾ, അതുപോലെ തന്നെ ബുഷസ്, ജോയിൻറ്റ് ബോൾ, അതുപോലെ തന്നെ ടയർ ഓറൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല മെയിൻ്റെനൻസ് വരും, റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ വരും. സോ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ.